ജോർജ് ഇളമത അച്ഛന്റെ പുത്തൻ കുർബാനയിൽ നടത്തിയ നന്ദി പ്രസംഗത്തിൽ നിന്ന് ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നീട് നിങ്ങൾ ഇന്ന് കണ്ടു കാണും, എനിക്ക് തക്സ പിടിച്ചു തന്ന അച്ഛൻ്റെ പേരറിയാവോ? ഷാജി ബഹനാൻ എന്ന ഷാജി ബഹനാൻ അച്ഛൻ. എല്ലാവരും ചോദിച്ചു എന്നോട്, ആരാ തക്സ പിടിച്ചിരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഷാജി ബഹനാൻ അച്ഛനാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അച്ഛൻ ഇടവക്കാരനാണോ? അല്ല. അച്ഛൻ സെമിനാരി വിട്ട അച്ഛനാണോ? അതുമല്ല. പിന്നെന്താടാ നിനക്ക് ഷാജി ബഹനാൻ അച്ഛൻ തക്സ പിടിച്ചു തരാൻ കാരണം? അപ്പം അതിൻ്റെ കാരണം ഇതാണ്. 3 വയസ്സുള്ളപ്പോൾ തൊട്ട് അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. എനിക്ക് ആദ്യ കുർബാന തന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ കൂതാശ നടത്തിയ അച്ഛനാണ്. എന്നെ ആദ്യം പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. ഞാൻ മൈനർ സെമിനാരി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം എന്നെ കൊച്ചു കാമാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി ക്രിസ്മസിൽ. എന്നിട്ട് കുർബാനയ്ക്ക് കയറി. ക്രിസ്മസിൻ്റെ കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ്റെ അടുക്ക് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം നീയാ നടത്തേണ്ടിയത്. അന്ന് ഞാൻ വിറച്ചുകൊണ്ട് അവിടെ നിന്ന് കുറേ നേരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അന്നാണ് അച്ഛനാണ് ആദ്യമായിട്ട് എന്നെ പ്രസംഗിക്കാൻ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നത്. പിന്നീട് സെമിനാരി കാലത്ത് വേണ്ട സമയങ്ങളിൽ കൃത്യമായി അച്ഛൻ ഇടപെട്ടിട്ടുണ്ട്. അച്ഛൻ കൃത്യമായി ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ട്, തിരുത്തലുകൾ തന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുർബാനയ്ക്ക് തക്സ പിടിച്ചു തരുന്നതും അച്ഛനാണ് എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഞങ്ങളെ സഹായിച്ചത്. അച്ഛൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അച്ഛനെ ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നീട് ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ച 2 വ്യക്തികളാണ് പപ്പയും മമ്മിയും. പപ്പ എന്ന് പറയുമ്പം എൽ ജോർജസിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മമ്മി എന്ന് പറയുമ്പം എൽ ജോർജസിൻ്റെ കൊച്ചമ്മ. ഞങ്ങൾ പപ്പയും മമ്മിയും എന്നാണ് വിളിക്കുന്നത്. എന്നെ വളർത്തിയതൊക്കെ അവരാണ് ചെറുപ്പം തൊട്ട്. ഉറപ്പായിട്ടും അവർ സ്വർഗത്തിലായിരുന്നു ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിവിടെ മധുവായിൽ നിന്ന് കുർബാന ചൊല്ലുമ്പം എനിക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. പപ്പയുടെ കല്ലറ നേരെ ഈ മധുവായുടെ നേരെ മുമ്പിലാണ് പപ്പയുടെ കല്ലറ. അപ്പം ഞാൻ ആദ്യം ധൂപക്കുറ്റിയും കൊണ്ട് തിരിഞ്ഞപ്പം ആദ്യം നോക്കുന്ന അങ്ങോട്ടാണ്. പപ്പയാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നെ പപ്പയുടെ കൂടെ നടന്നാണ് ഞാൻ അച്ഛനാകാൻ പോകുന്നതും എന്നെ സെമിനാരി കൊണ്ടുവിടുന്നതും ഒക്കെ പപ്പ തന്നെയാണ്. പിന്നെ പപ്പ മരിച്ച സമയം തൊട്ട് ഞാൻ നിധി പോലെ കരുതി വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതാണ് പപ്പയുടെ കാസയും പീലാസയും. ഇന്ന് ഞാൻ ആ കാസയും പീലാസയിലുമാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഈ സമയത്ത് പപ്പയും മമ്മിയും ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അപ്പനോടും അമ്മയോടാണ്, ഡാഡിയോടും അമ്മയോടും. അത് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ അധികം ഇമോഷണലായി സംസാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് നന്ദി പറയാനൊന്നും അറിയില്ല. ഞാൻ സെമിനാരിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പം അവർ സമ്മതിച്ചു. ഒന്ന് ചിന്തിച്ചാൽ അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ 27 വയസ്സായി, ഇതുവരെ വീടിന് ഉപകാരമുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. 27 വയസ്സായെന്ന് പറയുമ്പം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും ജോലിയായി, അവരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ 27 വയസ്സ് വരെ കഴിഞ്ഞ 12ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോയതാണ്. 12 വർഷവും അവരിങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടേ ഉള്ളൂ. ഞാനൊന്നും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടില്ല. ആ കൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വീടിന് പുറത്തിറങ്ങി ആ ഭിത്തിക്ക് പെയിൻ്റ് അടിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവർക്ക് ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പം അവരെ സംബന്ധിച്ച് ഇത് ഒരു നഷ്ടമാണ്. ഞാൻ അച്ഛനാകാൻ പോയത് എന്തുകൊണ്ടും അവർക്കൊരു നഷ്ടമാണ്. പക്ഷേ സാമ്പത്തികമായി നോക്കുമ്പോൾ, പക്ഷേ ആത്മീയമായി നിങ്ങൾക്കൊരു നേട്ടമാണ്. ബാബ തിരുമേനി പട്ടത്തിന് പറഞ്ഞ പോലെ ഏത് കുർബാന അർപ്പിക്കുമ്പോഴും ഞാൻ ഇനിയും അപ്പനും അമ്മയും ഓർത്തിട്ടേ പരിശുദ്ധ കുർബാന, അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ഓർത്തിട്ടേ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് കുർബാന തക്സയിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനി എൻ്റെ എല്ലാ കുർബാനയിലും ഓർക്കും. ഇനിയും മുമ്പോട്ടും ഇങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എൻ്റെ കയ്യിലൊന്നുമില്ല തരാൻ. എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പനെയും അമ്മയും ഡാഡിയും അമ്മയും ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ ഇനിയും നന്ദി പറയാനുള്ളത് അച്ചാച്ചനാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഈ സെമിനാരിയിൽ പോകുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ല, അച്ചാച്ചനാണ്. അവസാനം അത് എൻ്റെ തലയിലാണ് വന്നത്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. +1 എനിക്കൊരു ആഗ്രഹം ഇല്ലായിരുന്നു. +2 പകുതിയായപ്പോഴാണ് എനിക്ക് ഈ ആഗ്രഹം വരുന്നത്. അപ്പം അച്ചാച്ചൻ ആ വഴി അച്ചാച്ചൻ അങ്ങ് പഠിച്ചു പോയി. പിന്നീട് അച്ചാച്ചൻ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ എനിക്ക്
+2 കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചൻ എന്ത് ആഗ്രഹം പറഞ്ഞിരുന്നോ അത് എൻ്റെ തലയിൽ വന്നു. അവസാനം ഞാനാണ് സെമിനാരിൽ പോയത്. അതെന്ത് അങ്ങനെ നടന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അച്ചാച്ചൻ പറഞ്ഞു നടന്ന ആ ഒരു ആഗ്രഹം ഇന്ന് ഞാനാണ് ആയിരിക്കുന്നത്. പിന്നീട് അച്ചാച്ചനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. 10 വർഷമായി ഇറങ്ങിപ്പോയിട്ട് ഇതുവരെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും അച്ചാച്ചൻ തന്നെയാണ് നേതൃത്വം എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പട്ടത്തിൻ്റെ ക്രമീകരണങ്ങളാണെങ്കിലും ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ത് ചോദിച്ചാലും എല്ലാം റെഡിയാണ്, ഓക്കെ എല്ലാം റെഡിയാണ്, ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യവും റെഡിയാണ്, നിനക്കെന്തോ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അപ്പം എല്ലാം ചെയ്തു തരും. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഈ എല്ലാ കാര്യങ്ങളും പട്ടത്തിന് തന്നെ തീർത്തു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? നമുക്ക് കല്യാണം ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പം അച്ചാച്ചൻ പറയുന്ന കാര്യം ഇതാണ്, നിൻ്റെ പട്ടം കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം. അപ്പം അച്ചാച്ചന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് എൻ്റെ ഈ പൗരോഹിത്യത്തിനായിരുന്നു. അച്ചാച്ചനെ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അച്ചാച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കുറേ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നോ എന്താലോചിച്ചാൽ പറഞ്ഞതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്നോട് ഒരിക്കലും പറഞ്ഞു, ഞാൻ അച്ചാച്ചനോട് പറഞ്ഞതാണ്, വീട്ടിലെ കാര്യങ്ങൾ ഞാനും കൂടെ വന്നിട്ട് ചെയ്യാം, ഞാനും കൂടെ ഇടപെടാം, അച്ചാച്ചൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും വരട്ടെ, സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ഞാനും കൂടെ അതിനകത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാം. അപ്പോൾ അച്ചാച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ആ കാര്യങ്ങളിൽ ഇടപെടണ്ട, നീ ഇനിയും അതിനകത്ത് ഇടപെടാൻ പോയാൽ നിൻ്റെ ലക്ഷ്യം മാറിപ്പോകും, നിൻ്റെ ഫോക്കസ് മാറിപ്പോകുന്നു. ഞാൻ കുറേ ആലോചിച്ചു, ഇത് എങ്ങനെയാണ് ഈ വായിൽ നിന്ന് ഇങ്ങനെ വലിയൊരു വർത്തമാനം വന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പം എൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു കുറവുകളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ ആ തലയിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. ടെൻഷൻ അടിച്ചാൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. എൻ്റെ മുടി ഇതുവരെ കൊഴിഞ്ഞിട്ടില്ല, കാരണം അത്രയും ടെൻഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയം എൻ്റെ കുടുംബാംഗങ്ങളെ, ഡാഡിയെയും അമ്മയും അച്ചാച്ചനെയും ഒക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇനിയും ഇറങ്ങാൻ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് ഇവിടെ അച്ഛന്മാരെല്ലാം പറയുന്നുണ്ട്. സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാരും കണ്ടുമുട്ടുന്ന അച്ഛന്മാരും ഒക്കെ പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. കാരണം ഞാൻ വളരെ ബലഹീനനാണ്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ വീക്കാണ്. എനിക്ക് കുറേ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഞാൻ ശക്തിപ്പെടത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം എന്നെ ഓർക്കണം. അവസാനമായി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത്, ഈ എൻ്റെ ചെറുപ്പക്കാലം മുതൽ ഇന്ന് വരെ ഇവിടെ വികാരിമാരായിട്ടിരുന്ന എല്ലാ അച്ഛന്മാരെയും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ സെമിനാരിൽ പോയ സമയം തൊട്ടുള്ള അച്ഛന്മാരെയൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ സെമിനാരിൽ വിട്ട ജോർജ് തൊണ്ടിയിലച്ഛനെയും, അച്ഛൻ മുതൽ ഇന്ന് മാമ്പർക്കുഴി അച്ഛൻ വരെ, വർഗീസ് ഈരാഴ്ചയിലച്ഛൻ, അങ്ങനെ എല്ലാ വൈദികരെയും ഞാൻ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇവരുടെയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ 10-12 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ ഓർക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്ക് വലിയ യോഗ്യതകളൊന്നുമില്ല, കുറേ കുറവുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അർഹത ഇല്ലാതിരുന്നിട്ടും ദൈവം എനിക്ക് ഇന്ന് ഈ പൗരോഹിത്യം ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ദൈവത്തെ ഞാൻ നന്ദിയോട് ഓർക്കുകയാണ്. ദൈവം എന്നെ വിളിച്ചു ചേർത്തു. ഈ ഒരു 10 വർഷം ഈ ഒരു പരിശീലനത്തിലൂടെ എന്നെ കൊണ്ടുപോയി അനുഗ്രഹിച്ചു. 26-ാം തീയതി കത്തീഡ്രലിൽ വെച്ചിട്ട് പട്ടം ശുശ്രൂഷയിലൂടെ ദൈവം എനിക്ക് പൗരോഹിത്യം നൽകി. ദൈവത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അഭിമന്യ കൂർലോസ് തിരുമേനി സെമിനാരിയിൽ ചേർന്ന ദിവസം മുതൽ എന്നെ വാത്സല്യത്തോടെ കരുതിയ ഒരു പിതാവാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അതിൻ്റെ ഒരു വാത്സല്യം എന്നും എന്നോടുണ്ടായിരുന്നു. വേണ്ട സമയത്ത് സ്നേഹം കാണിക്കും, തിരുത്തേണ്ട സമയത്ത് തിരുത്തും, ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടും. അങ്ങനെ ഈ ഒരു 10 വർഷം കൊച്ച എന്നൊക്കെ വിളിച്ച് പിതാവ് സ്നേഹിച്ചു. പിതാവ് കൂടെ കൊണ്ട് നടന്നു. പിതാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പട്ടം സ്വീകരിക്കാൻ എനിക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി. പിതാവിന് ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്.
പിന്നീട് ഞാൻ നന്ദിയോട് ഓർക്കുന്നത് ഇന്നിവിടെ ആയിരിക്കുന്ന വികാരി ജനറൽ അച്ഛനെയാണ്. അച്ഛനാണ് സെമിനാരിയിൽ ഞങ്ങളെ കുർബാനയെല്ലാം പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ഇതുവരെ ഈ പള്ളിയിൽ ഒരു പാട്ട് പോലും പാടിയിട്ടില്ല. നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. എന്നെ ഈ കുർബാന ചൊല്ലാൻ ഇത്ര ആക്കിയത് പറപ്പള്ളിയച്ഛനാണ്. പറപ്പള്ളിയച്ഛൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ മണിക്കൂറുകൾ നിന്നിട്ടാണ് എന്നെ കുർബാന പഠിപ്പിച്ചത്. അച്ഛനറിയാം എത്ര കഷ്ടപ്പാട് അച്ഛൻ എടുത്തിട്ടുണ്ട്. അച്ഛൻ നിന്ന് അച്ഛൻ്റെ കാലിൽ നീര് വെച്ചിട്ടുണ്ട്. അത്രയും അച്ഛൻ നിന്ന് കഷ്ടപ്പെട്ടാണ് എന്നെ കുർബാന ചൊല്ലാൻ പഠിപ്പിച്ചത്. അച്ഛനെ ഈ സമയത്ത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ റെക്ടർ അച്ഛൻ എന്നെ സെമിനാരിയിൽ എടുത്തത് അലക്സ് കണ്ണമല എന്ന് പറയുന്ന അച്ഛനാണ്. ഇന്ന് ആലത്തുരുത്തി പള്ളിയിലെ വികാരിയായിട്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഇപ്പോഴും അതിശയമാണ് ഞാൻ എങ്ങനെ അച്ഛനായെന്ന്. അച്ഛൻ ഞാൻ സെമിനാരിയിൽ ചേരാനായിട്ട് ചെന്നപ്പം എൻ്റെ പേര് ഡയറിയിൽ എഴുതി വെച്ചു. എപ്പോൾ കണ്ടാലും എന്നെ പറയും. കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞേ ഉള്ളൂ, എന്നാലും നീ എങ്ങനെയാണ് അച്ഛനായത്? നീ അന്ന് ജീൻസൊക്കെ ഇട്ടുകൊണ്ട് വന്നു, ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. നിൻ്റെ പേര് ഞാൻ അവിടെ ഡയറിയിൽ എഴുതി വെച്ചു, എന്നിട്ടൊരു ചുമന്ന മഷി കൊണ്ട് വട്ടം വരച്ചിട്ടു എന്ന് അച്ഛൻ പറഞ്ഞു. കാരണം വലിയ പ്രതീക്ഷയൊന്നുമില്ല, സ്കോപ്പൊന്നും ഇല്ലാത്ത പയ്യനാണ് അവൻ. വന്നിട്ടും കാര്യമൊന്നുമില്ല, അറിയത്തില്ല. കാരണം അച്ഛനൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇപ്പോഴും എൻ്റെ കൈ മുത്തിയിട്ട് അച്ഛൻ ചോദിച്ചത്, നീയും അച്ഛനായല്ലോ. അച്ഛന് ഭയങ്കര അത്ഭുതമാണ്. അച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് ഈ ഇടവകയിലെ വികാരിയച്ഛനെയാണ്, ചെറിയൻ മാമ്പ്രക്കുഴിയച്ഛൻ. പുത്തൻ കുർബാനയ്ക്ക് ഏറ്റവും ആദ്യം പ്രാർത്ഥന കൊണ്ട് ഒരുക്കം തുടങ്ങിയത് എനിക്ക് ഉറപ്പാണ് അത് ഞാനല്ല, എൻ്റെ വികാരിയച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വെളുപ്പിനെ 3:30 ഇവിടെ ആരാധന തുടങ്ങുന്നതാണ്. അച്ഛൻ എല്ലാ ദിവസവും എന്നെ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അവസാനിക്കുന്നത്. മാമ്പർക്കുഴി അച്ഛൻ നിങ്ങൾക്ക് അറിയാവുന്നതിന് മുമ്പ് എനിക്കറിയാം. കാരണം അച്ഛൻ മൈനസ് സെമിനാരിയിൽ എൻ്റെ റെക്ടറായിരുന്നു. എൻ്റെ എല്ലാ കുറവും അച്ഛന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങളാരും കാണാതെ പല കാര്യങ്ങളും അച്ഛൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ താമസിച്ചായിരിക്കും ഇവിടുന്ന് പോകുന്നത്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അച്ഛൻ്റെ കൂടെ കാണും. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ അച്ഛൻ എനിക്ക് ഉപദേശം തരികയാണ്. എല്ലാ ദിവസവും ഇന്നതൊന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ അച്ഛൻ ഉപദേശം തന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. അച്ഛൻ ഇത്രയും നാൾ എന്നെ കൂടെ നടത്തി. അതുപോലെ ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പം വൈദിക വസ്ത്ര സ്വീകരിക്കുന്ന അവസരത്തിലൊക്കെ റീജൻസി കഴിഞ്ഞ് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം അച്ഛനായിരുന്നു എൻ്റെ റെക്ടർ. ആ സമയത്ത് അച്ഛനാണ് പറഞ്ഞത്, എടാ പ്രശ്നമൊന്നുമില്ല, നീങ്ങി പോര്, അരമനയിലേക്ക് പോര്, ഞാനിവിടെ ഉണ്ട്. ഞാൻ ആ മെസ്സേജൊക്കെ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ അയച്ചത്. അച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് ഈ പട്ടത്തിന് വേണ്ടി ദേവാലയം ഇത്ര ഭംഗിയായി ക്രമീകരിച്ചത് അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. ഈ ഓഡിറ്റോറിയം ഇവിടെ പണി കഴിഞ്ഞത് ഇന്നത്തെ പട്ടത്തിന് വലിയൊരു ആശ്വാസമാണ്. ഈ പ്രദേശമെല്ലാം വൃത്തിയാക്കാനായിട്ട് അച്ഛൻ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം നടത്തി അച്ഛനെ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നെ എന്നെ സെമിനാരിയിലേക്ക് വിട്ട അച്ഛൻ ജോർജ് തുണ്ടിയിലച്ഛൻ, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എന്നോട് വളരെ സ്നേഹവും വാത്സല്യവും കാണിച്ചിട്ടുണ്ട്. അച്ഛനെ ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി എനിക്ക് നന്ദിയോടുകൂടി ഓർക്കാനുള്ളത് കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. 12 വർഷത്തെ ആയതുകൊണ്ട് ഇച്ചിരി നീണ്ടുപോകും. വർഗീസ് ഈരാച്ചേരിൽ അച്ഛനെയാണ്. നിങ്ങൾ കണ്ടു കാണും, ഇന്ന് അതിമനോഹരമായിട്ട് ഇവിടെ കൊയർ നടത്തി. അച്ഛനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇടവകയിലെ വികാരിയായിരുന്നു അച്ഛൻ 4 വർഷം. 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈനസ് സെമിനാരി അവസാനിക്കുന്ന കാലഘട്ടം, പിന്നീട് എൻ്റെ ഫിലോസഫിയുടെ 3 വർഷം, പിന്നീട് ഞാൻ റീജൻസിക്ക് ഇടുക്കിയിലായിരുന്നപ്പം അച്ഛൻ എൻ്റെ വികാരിയായിരുന്നു. അതിനുശേഷം ഞാൻ തിയോളജിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് അച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്നത്. അപ്പം എൻ്റെ പരിശീലനത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും വർഗീസ് ഈരാച്ചേരിൽ അച്ഛൻ എൻ്റെ വികാരിയായിരുന്നു. അച്ഛൻ വളരെ സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അച്ഛനോട് പട്ടത്തിൻ്റെ ഡേറ്റ് അറിഞ്ഞപ്പം അച്ഛനോട് ഞാൻ കൊയറിൻ്റെ കാര്യം ചോദിച്ചു. അച്ഛാ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ, അതുകൊണ്ട് അച്ഛൻ കൊയറൊന്നും എടുക്കണം, ബാക്കി അച്ഛന്മാരെടുക്കാൻ ചാൻസ് ഇല്ല, കാരണം പൊളിഞ്ഞു പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് അച്ഛനെ കൊയറൊന്നും എടുക്കുമോ? അച്ഛൻ വലിയൊരു റിസ്ക് എടുത്തിട്ട് അച്ഛനെ പറഞ്ഞു, മോനെ നീ പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കേണ്ട, ഞാൻ ചെയ്തോളാം. ആ സമയത്താണ് അച്ഛന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ചു, അച്ഛാ ഇത് പറ്റുമോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? അച്ഛൻ പറഞ്ഞു, അച്ഛന് ഒട്ടും സൗണ്ട് എടുക്കാൻ തന്നെ വയ്യായിരുന്നു. അച്ഛനപ്പോൾ പറഞ്ഞത്, എടാ പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടി എന്നോട് ഇടപെട്ടു. ഇത്രയും നാളും അച്ഛൻ എല്ലാ ഗൈഡൻസും എനിക്ക് തന്നു. അവസാനം ഈ പുത്തൻ കുർബാനയ്ക്കും അച്ഛൻ കൊയർ നടത്തി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ പാട്ട് പാടണം, അച്ഛൻ എൻ്റെ കൂടെ കുർബാനയ്ക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളത്.
അച്ഛാ നന്ദിയോടുകൂടി ഓർക്കുന്നു. താങ്ക് യു. പിന്നീട് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് സൈബു വെട്ടിയലച്ചനെയാണ്. കാരണം ഞാൻ ഒരു വർഷം റീജൻസി ചെയ്തത് മേരിഗിരി, ഇടുക്കിയിൽ മേരിഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ സൈബു അച്ഛൻ ശരിക്കും എന്നെക്കാളും 4 വയസ്സ് മൂത്തതേ ഉള്ളൂ. ഒരു ചേട്ടൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ സൈബു അച്ഛന്. അച്ഛനാണ് എന്നെ ഒരു വർഷം അവിടെ കൊണ്ടു നടന്നത്. അച്ഛനെ ഈ സമയത്ത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് ഈ ഇടവകയിലെ വൈദികർ, ഇപ്പോൾ ഈ ഇടവകയിൽ ജീവിച്ചിരിക്കുന്നവരായ 4 വൈദികരാണുള്ളത്. അതുപോലെ 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഫാദർ തോമസ് പെരുമ്പ്രാൽ, വർഗീസ് മണലേൽ, ഫാദർ പ്രസാദ് ചിറയിൽ, ഫാദർ ജോൺസൺ ചിറയിൽ, അതുപോലെ തന്നെ സിസ്റ്റർ ലിലി ജോസ്, സിസ്റ്റർ സംപ്രീത, ഇവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇവരെന്താണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഇവരുടെ പ്രാർത്ഥനയുടെയും അതുപോലെ ഇവരുടെ സഹായവും ഇവരുടെ പ്രചോദനവും ഒക്കെ എന്നും എനിക്കുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ മാന്നാർ മഠത്തിലെ സിസ്റ്റേഴ്സിനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ പലപ്പോഴും മഠങ്ങളിലൊന്നും പോകാറില്ലെങ്കിലും അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. എപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ മഠത്തിൽ ചെല്ലാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം ഈ ഇടവക ഇത്ര ഭംഗിയായി ക്രമീകരിച്ചത്, അലങ്കരിച്ചതൊക്കെ നിങ്ങളാണ്. അവിടുത്തെ സുപ്പീരിയർ ആയിരിക്കുന്ന സിസ്റ്റർ ദീപ്തി, പിന്നീട് അവിടെ സിസ്റ്റേഴ്സ് ആയിരിക്കുന്ന സിസ്റ്റർ മേബിൾ, ട്രീസ മേരി സിസ്റ്റർ, പിയൂഷ് സിസ്റ്റർ, പിന്നീട് ഈ മഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അനേക സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് ആത്മജ സിസ്റ്ററിനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. സിസ്റ്റർ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഇവിടെ അടുത്തുള്ള DM മഠം, അവിടുത്തെ സിസ്റ്റേഴ്സിനെയും CMC സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും, ബാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. മാന്നാർ മഠത്തിലെ സിസ്റ്റേഴ്സിനെ ഒന്നുകൂടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഏറെ ത്യാഗമെടുത്ത് ദൂരെ നിന്ന് വന്നിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി പേരെ എനിക്ക് ബാലരാമപുരം ഇടവക, എനിക്കത് മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കും അവരെ മനസ്സിലായി കാണത്തില്ല. ഇവിടെ ബാലരാമപുരം എന്ന് പറയുന്ന പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത്, ആ രൂപത, മലങ്കര സഭയുടെ പാറശാല രൂപതയിലെ ബാലരാമപുരം പള്ളിയിൽ നിന്ന് ഒത്തിരി വ്യക്തികൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സെക്കൻഡ് ഇയർ തിയോളജിയിൽ മിനിസ്ട്രിക്ക് പോയ പള്ളിയാണ് ബാലരാമപുരം. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ദേവാലയം. ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത്, അല്ലെങ്കിൽ മൈക്കെടുത്ത് വിറയിലില്ലാതെ ആദ്യമായിട്ട് നിന്ന് തുടങ്ങിയത് അവരുടെ മുമ്പിലാണ്. അവർക്കറിയാം ഞാൻ എന്തായിരുന്നു. അവരാണ് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് കണ്ടത്. എൻ്റെ കുറവുകളെല്ലാം സഹിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ആ പള്ളിയിലാണ് പ്രസംഗിച്ച് പഠിച്ചത്. അപ്പം ഈ സമയത്ത് ഞാൻ അവരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവരിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. താങ്ക് യു. ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവിടെ വന്ന് കുർബാന അർപ്പിച്ചോളാം. അതുപോലെ തന്നെ തിരുവനന്തപുരം പട്ടം കത്തീഡ്രലിൽ നിന്ന് അനേകം വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ തിയോളജി 3rd ഇയറിൽ മിനിസ്ട്രിക്ക് പോയ പള്ളി പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലായിരുന്നു. അവിടെ വെച്ച് ഒത്തിരി പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ആ ദേവാലയത്തിൽ എനിക്ക് ഒത്തിരി അവസരങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട്, പ്രസംഗിക്കാനും ബാക്കി കൂദാശകൾ പഠിക്കാനും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒത്തിരി സ്നേഹം എന്നോട് കാണിച്ചു. പട്ടം ദേവാലയത്തിൽ നിന്ന് വന്ന എല്ലാവരെയും ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. താങ്ക് യു. ഒപ്പം എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചത് സ്റ്റെല്ല മേരി സ്കൂളിലും പിന്നീട് +1 +2 പഠിച്ചത് ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിലുമാണ്. പലരും പട്ടത്തിനും പുത്തൻ കുർബാനയുമായിട്ട് അവിടെയും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പഴയ പ്രിൻസിപ്പൽ സിസ്റ്റർമാരിവിടെ ഉണ്ട്, ഇപ്പോഴത്തെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, പഴയ ട്രീസ സിസ്റ്റർ ഇവിടെ ഉണ്ട്. പണ്ട് ഇംഗ്ലീഷ് മാത്രമേ സിസ്റ്റർ സംസാരിക്കത്തുള്ളൂ, ഇപ്പോഴാണ് മലയാളത്തിലോട്ട് ചാടിയത്. പിന്നീട് LI സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. ബാക്കിയുള്ള DMLA സിസ്റ്റേഴ്സ് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം ഏറെക്കാലം എന്നെ പഠിപ്പിച്ച് 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന അനീറ്റ മിസ്സും ഇവിടെ ഉണ്ട്. ഇപ്പം സമ്മാനം തരാനായിട്ട് അനീറ്റ മിസ് ഇങ്ങോട്ട് വന്നായിരുന്നു. മിസ്സിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ LKG മുതൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. LKG മുതൽ ഇപ്പം കുറേ വയസ്സൊക്കെ ആയി, 10-27 വയസ്സായി. എനിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഞാൻ സ്കൂളിൽ ചെന്ന് ആ ടീച്ചേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തപ്പം അവർക്കാർക്കും മാറ്റമില്ല. അവരെല്ലാം ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം വ്യക്തികൾ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അടുത്തതായി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് പ്രിയപ്പെട്ട ഇടവകങ്ങളെയാണ്. പ്രത്യേകിച്ച് ഇടവക കമ്മിറ്റിയെയും ട്രസ്റ്റി സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തികളെയും സുൽചേട്ടനെയും ഡിന്നിച്ചായനെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അരമനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം റോഡിലൊക്കെ നമ്മുടെ MCAയും കുട്ടികൾ നിൽപ്പുണ്ട്. പാർക്കിങ്ങിൻ്റെ കാര്യത്തിനും
വെള്ളം കൊടുക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും നമ്മുടെ MCA നിൽപ്പുണ്ട്. MCA ഇതിൻ്റെ പ്രിയ കൂട്ടുകാർക്കും അമ്മമാരുടെ സംഘടനയിലെ എല്ലാ അമ്മമാർക്കും നന്ദിയോടുകൂടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ബാക്കി ആരെങ്കിലും ഈ ഇടവകയിലെ വിട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരെയും ഈ സമയം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം മർത്തമറിയം പള്ളി, ഓർത്തഡോക്സ് പള്ളിയിലെ ധാരാളം വ്യക്തികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ സമയം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ആ പള്ളിയുടെ സ്ഥലം മുഴുവൻ നമുക്ക് പാർക്കിങ്ങിനായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ ഓർത്തഡോക്സ് എന്നോ കത്തോലിക്കരെന്നോ വ്യത്യാസമില്ലാതാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ കുർബാന ചൊല്ലി എൻ്റെ ആദ്യത്തെ കുർബാനയിൽ എനിക്ക് ബാക്കിയുള്ളവർക്ക് കുർബാന കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഞാൻ ഇതിനെ രണ്ടായിട്ടല്ല കാണുന്നത്, ഞാൻ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ഓർത്തഡോക്സ് പള്ളിയിലെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് കുർബാന കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. നമ്മൾ രണ്ടായിട്ടല്ല നിൽക്കേണ്ടത്, ഒറ്റ ശരീരമായിട്ട്, ക്രിസ്തുവിൻ്റെ ഒറ്റ ശരീരമായിട്ട് നമ്മൾ നിൽക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട മർത്തമറിയം ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും, അവിടുത്തെ വികാരിയച്ഛനെയും കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ മാന്നാർ വെസ്റ്റ് ഇടവകയിൽ നിന്നും, ആലന്തുരുത്തി ഇടവകയിൽ നിന്നും, കടപ്പുറ സീറോ മലബാർ ദേവാലയത്തിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവിടെ നിന്നൊക്കെ ധാരാളം വ്യക്തികൾ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒരവസരത്തിൽ, കിട്ടുന്ന അവസരത്തിൽ ഞാൻ അവിടേക്ക് വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ്. ഇനിയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നത് എൻ്റെ ബന്ധുക്കളെയാണ്, എൻ്റെ കുടുംബാംഗങ്ങൾ. നമുക്കറിയാമല്ലോ, ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. കൂട്ടുകാരെ നമുക്ക് തിരഞ്ഞെടുക്കാം, ഭാര്യയെ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കാതെ വരുന്ന കുറേ സൗഹൃദങ്ങൾ, കുറേ ബന്ധങ്ങളുണ്ട്. അതാണ് നമ്മുടെ കുടുംബം. ഇളമന്ന കുടുംബം ഞാൻ തിരഞ്ഞെടുത്തതല്ല, കാരക്കൽ പുത്തമ്പുരക്കൽ കുടുംബം ഞാൻ തിരഞ്ഞെടുത്തതല്ല. ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു ബന്ധമാണ് ഈ കുടുംബം. ഈ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇത്രയും വർഷം എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കുടുംബക്കാരും, ഇളമന്ന കുടുംബവും കാരക്കൽ പുത്തമ്പുരക്കൽ കുടുംബവും, രണ്ടുപേരും സാമ്പത്തികമായ ആണെങ്കിലും ആത്മീയമായ സഹായമാണെങ്കിലും എന്നും എന്നോട് കൂടി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഇളമത കുടുംബത്തിൽ വലിയൊരു കുറവുണ്ടായിരുന്നു. ഇതുവരെ 9 തലമുറയായി എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിൽ ഒരച്ഛനില്ലായിരുന്നു, ഒരു സിസ്റ്ററും ഇല്ല. ആദ്യമായിട്ടാണ് ഈ കുടുംബത്തിൽ നിന്ന് ഒരു വൈദികൻ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ അനന്ത കരുണയ്ക്ക് നന്ദി പറയുന്നു. പിന്നീട് പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒത്തിരി വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന്. കുടുംബത്തിലെയും അല്ലാതെ ഈ ഇടവകക്കാരും ഒത്തിരി പേര് ശാരീരികമായ ക്ലേശങ്ങൾക്ക് നടുവിലും ഇവിടെ വന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്ന് കൊയർ ആലപിച്ചത് ഈരാച്ചേരി അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം ജിനു അങ്കിളിനെയും നമ്മുടെ ദേവാലയത്തിലെ കുട്ടികളെയും. ഇവർ അവധിക്ക് വന്നിരിക്കുന്ന സമയമാണ്. ഇവർ പല ദിവസങ്ങളിലും പല സമയവും 23-ാം തീയതി തൊട്ട് ഇവിടെ അധ്വാനിക്കുകയാണ്, കൊയറിൻ്റെ പ്രാക്ടീസിലാണ്. അവരുടെ അവധിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളവരാണ്. അതെല്ലാം വേണ്ട എന്ന് വെച്ച് എന്നോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഈ ദേവാലയത്തിലെ കുട്ടികൾ ഇവിടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഈ ഗാനങ്ങളൊക്കെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ജിനു അങ്കിളിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിൽ ഇന്ന് ഇത്ര മനോഹരമായി ഒരു കൊയർ നടത്തിയ ദേവാലയത്തിലെ കുട്ടികളെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. മധുബായി ശുശ്രൂഷിച്ച ഷമാശന്മാർ, തിരുവല്ല ദിവദ്രാസിന് വേണ്ടി പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ സഹായികളായിട്ടുണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ മൈനർ സെമിനാരി ബ്രദേഴ്സിനെയും, പ്രത്യേകിച്ച് നമ്മുടെ നിരണം വൈദിക ജില്ലയിൽ ഇനിയും ദൈവവിളി കുറവാണ്. ഒരാൾ മാത്രമേ ഇനിയും നമ്മുടെ നിരണം വൈദിക ജില്ലയിൽ നിന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ ഷാരോൺ എന്നാണ്. അദ്ദേഹവും ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ കേറ്ററിംഗ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജെയിംസ് ചേട്ടനാണ്. ജെയിംസ് ചേട്ടനെ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ഒരു മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിപാടി എന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ ഇന്നത്തെ സൗണ്ട് ചെയ്തിരിക്കുന്നത് റോയ് ചേട്ടനാണ്, അയിരൂറുള്ള റോയ് ചേട്ടനെ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ ഈ പുത്തൻ കുർബാനയ്ക്ക് പാർക്കിങ്ങിന് ഗ്രൗണ്ടെല്ലാം വിട്ടു തന്നത് തുണ്ടിയിലെ പ്രിൻസങ്ങളും അതുപോലെ ദീപ്തി സിസ്റ്റർ മാടത്തിൻ്റെ സ്ഥലം വിട്ടു തന്നു. ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിയച്ഛനും കമ്മിറ്റിക്കാരും എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്.